ആ കൊല്ലപ്പെട്ട മനോഹറിന്റെ ഫാദർ വന്നിട്ടുണ്ട്, രാമകൃഷ്ണമൂർത്തി. കേസിന്റെ ഡീറ്റെയിൽസ് ഞാൻ അയാൾക്ക് ബ്രീഫ് ചെയ്ത് കൊടുത്താണ്. പക്ഷെ മേഡത്തിനെ തന്നെ കാണണമെന്ന് അയാൾ വാശി പിടിക്കുന്നു. ശരി, യെസ് മാഡം. ഞാൻ രാമകൃഷ്ണമൂർത്തി. So then you can wait outside. നോ, ഇവൻ എന്റെ ബ്രദറാണ്, സുധാകരമൂർത്തി. ഇവൻ ഇവിടെ തന്നെ നിൽക്കും. അധികമൊന്നും പറയാനില്ല. എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ ഞാൻ ജയിലിൽ നിന്ന് വരുന്നതിന് മുമ്പ് ചെയ്തേക്കണം. ഞാൻ തിരിച്ചു വന്നാൽ പിന്നെ നിങ്ങളുടെ സഹായം എനിക്ക് ആവശ്യമില്ല. ഐ നോ ഹൗ ടു ഹാൻഡിൽ ഇറ്റ്. താങ്ക് യു ഫോർ യുവർ ടൈം. മൂർത്തി സാർ, സാർ എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു. നോ. പറയൂ. സാറിന്റെ മകനെ പറ്റിയാ. എന്താ സാർ? പേടിക്കണ്ട, വാ. സുധാകർ, അവർ 7 പേരുണ്ട് സാർ. പുതിയ കൊട്ടേഷൻ ടീമാ, 7s. ഇവൻ പറഞ്ഞതൊക്കെ ശരിയാണോ എന്ന് നോക്കണം. ശരിയാണെങ്കിൽ ഞാൻ ജാമ്യത്തിലിറങ്ങാൻ കാക്കണ്ട, ജയിലിലിരുന്ന് ഞാൻ എണ്ണു. 7 ഡെഡ് ബോഡി തികഞ്ഞാലേ നിർത്താവൂ. എടാ കൊല്ലല്ലേടാ കുഞ്ഞിക്കാതറേ. ടീച്ചറോട് നമ്മൾ ജാസ്തി വാങ്ങിക്കുവോ? നിന്നെ എനിക്ക് അറിഞ്ഞൂടെ? നീയൊക്കെ ആകെ കൂടി പഠിച്ച 2 അക്ഷരമെങ്കിൽ 2 അക്ഷരം പറഞ്ഞു തന്നാ ഞാനല്ലേടാ. നീ മീനിന് മുഴുവൻ കാശും കൊടുത്തിട്ടുണ്ടാവും അല്ലേടാ? ആ സൈതാലിയുടെ കടയിൽ നിന്ന് വാങ്ങിക്കാനല്ലേ നിന്നോട് പറഞ്ഞത്? മൂപ്പനും ടീച്ചറിന്റെ സ്റ്റുഡന്റ് ആകുമല്ലേ? ശ്യാമേ, അമ്മേനെ ഞമ്മക്ക് അടുത്ത എലക്ഷന് നിർത്തണം. ചിലക്കാണ്ട് ബാക്കി താടാ. ആയിക്കോട്ടെ. ശരി, ഇതിലെ പോയാൽ എന്താ? ഇത് മാർക്കറ്റാ. ഒക്കെ വെറുതെ തോന്നുക. അന്നത്തെ ഷോക്ക് മാറാത്തോണ്ടുള്ള ഒരുതരം ഹാലൂസിനേഷൻ. അല്ലടാ, ആരോ നമ്മുടെ പിന്നാലെ ഉണ്ട്. നീ ഓരോന്ന് പറഞ്ഞ് പേടിപ്പിക്കലടാ. ഇവര് പറഞ്ഞത് കാര്യമുണ്ട്. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് മടങ്ങുമ്പോ എനിക്കിതുപോലൊരു അനുഭവം ഉണ്ടായി. ശരത്ത് പറഞ്ഞ പോലെ തോന്നലായിരിക്കും കരുതിയാ ഞാൻ പറയാണ്ടിരുന്നത്. സൂരജിനും ശ്യാമനും ഇതേ അനുഭവം ഉണ്ടായ സ്ഥിതിക്ക് ഇതങ്ങനെ തോന്നലായി വിട്ടുകളയാൻ പറ്റില്ല. ഞാനും സതീശനും കൂടി ഇന്ന് മുഴുവൻ ഹബീബിനെ തപ്പി നടക്കുകയായിരുന്നു. അയാൾ മുങ്ങിയിരിക്കുകയാണ്. ശരിക്കും നടന്ന കാര്യങ്ങൾ അറിയാവുന്ന വേറൊരാളുണ്ട്, അരവിന്ദൻ. ആ ബഹളത്തിൽ ഒരു നോട്ടേ കണ്ടുള്ളൂ. അവിടെ നിർത്തിയിട്ടിരുന്ന പെട്ടിവണ്ടി ഓടിച്ചിരുന്നത് അവനായിരുന്നു എന്ന് എൻ്റെ വിശ്വാസം. എങ്കിൽ നമ്മളല്ല ഇത് ചെയ്തെന്നറിയാവുന്ന ഒരേ ഒരാൾ അരവിന്ദനാണ്. അവനെയും കൂട്ടി നേരെ പോലീസിൽ പറയാമെന്നുള്ളതാണ് ഏറ്റവും നല്ല സൊല്യൂഷൻ.
ചേട്ടൻ പഠിച്ചോ, ഞാൻ നോക്കാം. ആ വരൂ, ഏട്ടനുണ്ട്, വിളിക്കാം. ഇങ്ങോട്ടിരിക്കാം, വരൂ. ആരാ മോളെ? ഏട്ടന്റെ ഫ്രണ്ട്സാ അമ്മേ, അന്ന് ആശുപത്രി വന്നില്ലേ? നിങ്ങളെ കാണുന്നില്ലല്ലോ എന്ന് ഞാൻ ഇവനോട് എപ്പോഴും പറയും. കയറിയിരിക്കേ. കേറുന്നില്ല അമ്മേ. ഞങ്ങള് അരവിന്ദിനോടൊരു കാര്യം പറയാൻ വന്നതാ. അമ്മ കിടന്നോളൂ, സുഖമില്ലാതിരിക്കല്ലേ. നീ അകത്തേക്ക് പോയിക്ക. വാ. എന്താ പറയാനുള്ളത്? അത് പിന്നെ അന്ന് സംഭവിച്ചൊക്കെ അരവിന്ദൻ കണ്ടതാണല്ലോ. പക്ഷേ വേറെ രീതിയിലാ കാര്യങ്ങൾ പോകുന്നത്. ആരൊക്കെയോ ഞങ്ങളെ ഫോളോ ചെയ്യുന്ന പോലെ തോന്നുന്നു. കാര്യങ്ങൾ ശരിക്കും അറിയാവുന്ന ഒരാള് അരവിന്ദനാ. അവനെ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റി കൊടുത്തു എന്നത് ഞങ്ങൾ ചെയ്തത് തന്നെയാ. പക്ഷേ അത് ഞങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ചെയ്യിച്ചതാ. നാളെ അരവിന്ദൻ ഞങ്ങളുടെ കൂടെ വന്ന് കണ്ട കാര്യങ്ങളൊക്കെ പോലീസിനോട് പറയണം. സോറി, എന്നെ ഇതിലേക്ക് വലിച്ചഴക്കരുത്. ഞാനൊന്നും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. എന്നെ വിട്ടേക്ക്. അരവിന്ദൻ അങ്ങനെ പറഞ്ഞൊഴിയരുത്. അറിയണ കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി. സത്യത്തിൽ അരവിന്ദൻ കാരണമാണ് ഞങ്ങൾ ഇതിൽ പെട്ടുപോയത്. ഞാൻ കാരണം? അരവിന്ദന്റെ ചികിത്സയ്ക്ക് പൈസ ഉണ്ടാക്കാനാ ആഗ്രഹിക്കാത്ത ഒരു ജോലി ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നു. അന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് നിങ്ങൾ എന്നോട് ചെയ്തതും കാശിനു വേണ്ടി തന്നെയാണെന്നാണല്ലോ ഞാൻ അറിഞ്ഞത്. കളി ജയിക്കാൻ വേണ്ടി അന്ന് നിങ്ങൾ എന്നെ അറ്റാക്ക് ചെയ്ത് മരണത്തിന്റെ വക്കുവരെ എത്തിച്ചു. കാശിനു വേണ്ടി എന്ത് ചെയ്യാൻ മടിക്കാത്ത ക്രിമിനൽസ് ആണ് നിങ്ങൾ. അന്ന് തലപൊളിഞ്ഞ് ആശുപത്രി കിടന്നതിന്റെ മരണത്തെയും തിരിച്ചുകൊണ്ടെന്ന് ഞങ്ങൾ തന്നെയാടാ. എന്നെ ആ അവസ്ഥയിലേക്ക് എത്തിച്ചത് നിങ്ങൾ തന്നെയല്ലേ? അന്ന് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലായിരുന്നെങ്കിൽ കളിക്കിടയിൽ പരിക്ക് പറ്റിയ ആൾ മരിച്ചുപോയെന്ന് പിറ്റേന്നത്തെ പത്രത്തിൽ ഒരു ചെറിയ വാർത്തയിൽ ഒതുങ്ങുമായിരുന്നു നീ. എന്റെ ജീവൻ തിരിച്ചു തന്നു എന്നുള്ളത് ശരിയാ. നിങ്ങൾ ചെലവാക്കിയ കാശിന്റെ കണക്ക് ഞാൻ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. അത് ഞാൻ ജോലി ചെയ്ത് വീട്ടു. ഇപ്പൊ എന്റെ ഫൈനൽ ഇയർ പരീക്ഷ അടുത്തിരിക്കുന്ന സമയമാണ്. നിങ്ങളടക്കം ഒരുപാട് പേരുടെ കടം വീട്ടാനുള്ളത് കൊണ്ട് എനിക്ക് ജയിച്ചേ പറ്റൂ. അതുകൊണ്ട് ദയവേത് എന്നെ വെറുതെ വിട്ടേക്ക് പ്ലീസ്. വാടാ. ശരത്തേ, ശരത്തേ ചേട്ടാ. ശരത്ത് പോയോ? എന്താ? ജൂനിയർ സൂപ്പർവൈസർ ശരത്ത് പോയിന്നാ തോന്നണേ. അല്ലെങ്കിൽ ഒരു പക്ഷേ നാളത്തെ വാർപ്പിന്റെ കാര്യങ്ങൾ വെരിഫൈ ചെയ്യാൻ മോളുണ്ടാവും. ശരി. ശരത്തേ, ശരത്തേ. നിങ്ങൾ ആ ഭാഗത്തോ? നിങ്ങൾ അങ്ങോട്ട് പോ. അങ്ങോട്ട് പോ. നിങ്ങൾ അവിടെ നോക്ക്. നീ അവിടെ നോക്ക്. എവിടെയാണോ നീ?
മാഡം മനോഹർ മറ്റവന്റെ വല്ല തുമ്പും കിട്ടിയോ മാഡം? അന്വേഷിക്കുന്നുണ്ട്. പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് കാരണം ഇതും തേഞ്ഞുമാഞ്ഞു പോവോ ഈ മാഡം? കേസിൽ പോലീസും കാശ് വാങ്ങിയിട്ടുണ്ടോ? മാഡം മാഡം പ്ലീസ് ആരോ അതോട് വരണം. മാഡത്തോട് കാര്യങ്ങൾ ചോദിച്ചാലേ. മേ ഐ കം ഇൻ മാഡം? യാ കം ഇൻ. മാഡം, കുറച്ച് പിള്ളേരൊന്ന് മാഡത്തിനെ പേഴ്സണലായിട്ട് കാണുമെന്ന് പറയുന്നു. മാഡത്തിന് പരിചയമുണ്ടത്രേ. വാട്ട് പേഴ്സണൽ? ഓക്കെ, ലെറ്റ് ദം ഇൻ. ഓക്കെ. ജോർജ് സർ, വാ. ലയണൽ മെസ്സി, ക്രിസ്ത്യാനോ റൊണാൾഡോ, റോബർട്ടോ കാർലോസ്. യെസ്. മാഡത്തിന് ഞങ്ങളെ മനസ്സിലായില്ലേ? മനസ്സിലാവാൻ നിങ്ങൾ എന്താ എന്റെ അമ്മായിയുടെ മക്കളാണോ? മുമ്പ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് മാഡം ഞങ്ങളെ വന്ന കാര്യം പറ. മനോഹറിന്റെ മർഡർ നടക്കുമ്പോൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. ലെവൽ ക്രോസിൽ വെച്ച് മനോഹറിന്റെ വണ്ടി കേടായപ്പോൾ ഞങ്ങൾ സഹായിക്കാൻ ശ്രമിച്ചു. എക്സ്ക്യൂസ് മീ, സോറി, എന്നൊന്ന് ഹെൽപ്പ് ചെയ്യാമോ? വെൽക്കം ടു കാലിക്കറ്റ്. ലെഫ്റ്റ് സൈഡിലാണ് മജറാണല്ലോ. ലെവൽ ക്രോസിലുണ്ടായിരുന്ന ഒരു മാരുതി വാനി കയറിയപ്പോഴാണ് മാഡം അതുണ്ടായത്. ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല മാഡം. പിന്നെന്താ ഇതുവരെ പറയാതിരുന്നത്? പേടിച്ചു പോയി മാഡം. ഇപ്പൊ പേടിയില്ലേ? ഉണ്ട്. ഞങ്ങൾ ആരൊക്കെയോ ഫോളോ ചെയ്യുന്നുണ്ട് മാഡം. വി ലോസ്റ്റ് അവർ ഫ്രണ്ട്. ഇറ്റ് വാസ് നോട്ട് ആൻ ആക്സിഡന്റ്. അവൻ മരിക്കുന്നതിന് മുമ്പ് ഞങ്ങൾക്ക് എല്ലാവർക്കും മെസ്സേജ് അയച്ചിരുന്നു. ഫ്രണ്ട് മരിച്ചു എന്ന് പറഞ്ഞിട്ടും ഇപ്പോഴും നിങ്ങൾ 7 പേരുണ്ടല്ലോ. ഞാൻ അന്ന് മർഡർ നടക്കുമ്പോൾ എൻ്റെ ഓട്ടോയുമായ ലെവൽ ക്രോസിലുണ്ടായിരുന്നു. ഞാൻ വിറ്റ്നസ് ആണ് മാഡം. ഓക്കെ, ലെറ്റ് മീ ലുക്ക് ഇൻടു ഇറ്റ്. നിങ്ങൾ എല്ലാവരും ഇപ്പൊ പൊയ്ക്കോ. പക്ഷേ ആരും സിറ്റി വിട്ടു പോകാൻ പാടില്ല. വിളിക്കുമ്പോ വരണം. ഓക്കെ, പൊയ്ക്കോ. മാഡം, ഈ പിള്ളേർ പറയുന്നൊക്കെ വിശ്വസിക്കുകയാണ്. മീഡിയക്കാരുടെ ചോദ്യങ്ങൾക്ക് നമുക്കിപ്പോൾ ആൻസർ ഇല്ല. I know what to do. Come with me. Hey! Stop there! Arrest them. Hey! ഇങ്ങോട്ട് വാടാ. നടക്കണം. മനോഹർ മർഡർ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. This is our answer to the media. കുമാരൻ സർ, ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ചെയ്യണം. യെസ് മാഡം. ഒന്നും കഴിച്ചില്ലല്ലോ, കഴിക്കേ. മോൻ ഒരാളുണ്ടെന്ന് പറഞ്ഞിട്ട് കണ്ടില്ലല്ലോ. ആ ഉണ്ട്, പുറത്തു പോകാനുള്ള തിരക്കിലാന്ന് തോന്നുന്നു. ഓ, ഞാനൊന്ന് നോക്കട്ടെ. വാ മോളിങ്ങോട്ടിരിക്കേ. അശോക, ശ്യാമിന്റെ അമ്മ വന്നിരിക്കുന്നു. ഒന്ന് വന്ന് കണ്ടിട്ട് പോടാ. എനിക്കൊന്നും വയ്യ. നിങ്ങൾ അമ്മയും മോളും കൂടി അങ്ങ് സൽക്കരിച്ചാൽ മതി. വീട്ടിൽ ആദ്യമായിട്ട് വന്നതല്ലേ, മനുഷ്യപ്പറ്റില്ലാതെ പെരുമാറില്ലേടാ. വാ. ഓ, അത് ശരി. ടീച്ചറെ, ഇതാണ് മോൻ അശോകൻ. ഇവൻ എന്താ പണി? കൂലിപ്പണിയാണ്. എന്ത് പണിയും ചെയ്യും. കൂലിപ്പണിന്ന് വെച്ചാ ആശാരിപ്പണി, കൈക്കോട്ട് കളയ്ക്കൽ, പെയിന്റിംഗ്, അങ്ങനെ പലതും ഉണ്ടല്ലോ. അതില് നീ എന്താ ചെയ്യണേ? എങ്കി ഒക്കെ ഞാൻ അന്വേഷിച്ചറിഞ്ഞു. കൂലിക്ക് തല്ലാനും വെട്ടാനും നടക്കുന്ന പണിയാന്നാ ഞാൻ അറിഞ്ഞ്. നീ എത്ര വരെ പഠിച്ചു? പഠിക്കേണ്ട കാലത്ത് തെക്കും വടക്കും തെണ്ടി നടന്നിട്ടുണ്ടാവും. ഞാൻ ടീച്ചർ ആയതുകൊണ്ട് ശ്യാമിനെ പഠിപ്പിച്ചൊരു നല്ല നിലയിലാക്കാൻ പറ്റി.
ഇനിയെങ്കിലും തെമ്മാടിത്തരൊക്കെ നിർത്തി മര്യാദയ്ക്ക് വല്ല ജോലിയും ചെയ്ത് ജീവിക്കാൻ നോക്കു വച്ചേ. എന്താടാ എപ്പോ ഏത് ചാനലില്? കഴിഞ്ഞ ആഴ്ച കോഴിക്കോട് വെച്ചുണ്ടായ മനോഹർ വധക്കേസിലെ 7 പ്രതികളെ പോലീസ് നാടകീയമായി അറസ്റ്റ് ചെയ്തു. മനോഹർ മർഡർ കേസിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. പ്രതികൾ കോഴിക്കോട് സിറ്റിയിൽ പുതുതായി രൂപം കൊണ്ട കൊട്ടേഷൻ ടീമിലെ അംഗങ്ങളാണെന്നാണ് പ്രാഥമിക നിഗമനം. പ്രധാന വാർത്തകൾ. ഇച്ചിരി മുമ്പ് സ്കൂൾ കുട്ടികളോട് പറയണ പോലെ ടീച്ചറിനെ ഉപദേശിക്കുന്നുണ്ടായിരുന്നല്ലോ. കണ്ടില്ലേ മോന്റെ യഥാർത്ഥ ജോലി? ആദ്യം അവനെ നേരെയാക്കാൻ നോക്ക്. ഞാനായിരുന്നല്ലോ തള്ള ലോകത്തെ ഏറ്റവും വലിയ കുഴപ്പക്കാരൻ. ഇപ്പൊ എന്തായി? ഭർത്താവകം സ്വന്തമായിട്ട് കണ്ടുപിടിച്ചതിന്റെ തനി നിറം കണ്ടില്ലേടി? അനുഭവിച്ചോ? കറക്റ്റ് ടൈമിനായിരുന്നു നിന്റെ ഫോൺ. ഞാൻ ആ ചോറിന്റെ തള്ളയുടെ നാക്കിന്റെ മുമ്പിൽ കിടന്ന് ഞെളിവിരി ഉള്ളായിരുന്നു. ചില സമയത്ത് ഈ ദൈവവും ചെകുത്താനും ഒക്കെ ശരിക്കും ഉള്ളതാണെന്ന് തോന്നിപ്പോ. ജയിലിൽ നിന്ന് ഇറങ്ങിയാലും മൂർത്തിയുടെ ആൾക്കാർ അവരെ വെറുതെ വിടില്ല. പിന്നെ മണവാളിനകത്തായ സ്ഥിതിക്ക് ഗൗരിയുടെ കാര്യത്തിൽ നിനക്കൊരു തീരുമാനം എടുക്കാലോ. നീ ഒന്ന് ക്ഷമിക്കടാ. ഞാൻ നിനക്ക് തന്നിട്ടുള്ള വാക്കിന് മാറ്റമൊന്നും ഉണ്ടാവില്ല. എന്റെ പെങ്ങളാണേലും പെണ്ണല്ലേ ജാതി. അവൻ അവളുടെ മനസ്സിൽ നിന്ന് ഇറങ്ങി പോവാൻ ഇച്ചിരി സമയം കൂടി കൊടുക്കണം. അത്രേ ഉള്ളൂ. പോ. ഇത് വളരെ ചീപ്പായി പോയി മാഡം. പരാതി പറയാൻ വന്ന് ഞങ്ങളെ പിടിച്ച് പ്രതികളാക്കി മീഡിയയുടെ മുന്നിൽ പ്രസന്റ് ചെയ്ത ചീപ്പ് പോലീസ് ഹീറോയിസം ആണ്. അന്ന് എന്റെ അടുത്ത് വന്നപ്പോ എന്താ പറഞ്ഞത്? വെറും ഒരു മർഡർ വിറ്റ്നസ് അല്ലേ? ഇപ്പൊ തല്ല് കിട്ടിയപ്പോ അയാളെ കാറിൽ കയറ്റി കൊടുത്തു എന്ന് വരെയായി. എന്താടാ ഒന്നും മിണ്ടാത്തത്? അങ്ങനെ ഒരു അബദ്ധം പറ്റി. പക്ഷെ അത് മാത്രമേ ഞങ്ങൾക്ക് അറിയൂ. അന്ന് നിങ്ങൾ അയാളെ ഷോപ്പിംഗ് മാളിലും സ്റ്റാർ ഹോട്ടലിലും ഫോളോ ചെയ്തിരുന്നു. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പ്ലാൻ മർഡർ. നോ മാഡം, അത് മാത്രം ഞങ്ങൾ ചെയ്തിട്ടില്ല. ഞങ്ങൾക്കിനി ഒന്നും മറച്ചു വയ്ക്കാനില്ല. അന്ന് മനോഹറിനെ വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റിയത് ഞങ്ങൾ തന്നെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ? ശരി, വണ്ടിയിലേക്ക് പിടിച്ചു കയറ്റി കൊടുത്തതിന് എത്ര കാശ് കിട്ടി? കാശ് കിട്ടിയിട്ടില്ല മാഡം. പിന്നെ 2 ലക്ഷമാണ് ഓഫർ ചെയ്തിരുന്നത്. ആര്? ഒരു ബ്രോക്കർ ഹബീബ്. എന്നിട്ട് അയാൾ എവിടെ? അയാളെ കാണാനില്ല. ആരോ പറഞ്ഞപ്പോ ഏതോ ഒരാളെ വേറെ ഏതോ ആളുടെ വണ്ടിയിലേക്ക് കയറ്റി കൊടുത്തു. ഇത് തന്നെയാടാ കൊട്ടേഷൻ അല്ലെങ്കിൽ പ്രൊഫഷണൽ ഗുണ്ടായിസം. എന്നിട്ട് വാനിൽ വെച്ചാണോ റോഡിൽ വെച്ചാണോ മനോഹറിനെ കൊന്നത്? ഞങ്ങൾ ആരെയും കൊന്നിട്ടില്ല മാഡം. ശരി, വാനിൽ വെച്ചാണോ റോഡിൽ വെച്ചാണോ മനോഹർ കൊല്ലപ്പെട്ടത്? വാനിൽ വെച്ച് തന്നെയാണ് മാഡം. ഏത് വാൻ? ആരുടെ വാൻ? അതൊരു പഴയ മോഡൽ മാരുതി ഒമ്നി ഹൈറൂഫ് വാൻ ആയിരുന്നു മാഡം. K11D8454 റെഡ് കളർ. ഞങ്ങൾ പറയുന്നൊന്ന് വിശ്വസിക്കും മാഡം. പരാതി പറയാൻ വന്നപ്പോ പറയാത്തതൊക്കെ അടി കിട്ടിയപ്പോ പറഞ്ഞു. കുറച്ചുകൂടി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾക്കൊരു അബദ്ധം പറ്റിയതാ മാഡം, ഞങ്ങൾ തന്നെയാ മനോഹറിനെ കൊന്നേന്ന്. അതുവരെ ഇവിടെ കിടക്ക് മാഡം, പ്ലീസ്. മാരുതിയുടെ അത്ര സക്സസ് അല്ലാത്തൊരു മോഡലായിരുന്നു ഹൈറൂഫ് ഓമ്നി. അതുകൊണ്ട് അത് വളരെ കുറച്ചുണ്ടാവും. ആൻഡ് ഇറ്റ്സ് റെഡ് ഇൻ കളർ. അതൊരു നല്ല ക്ലൂ ആ. യെസ് മാഡം. Kumaran sir. Yes ma'am. I want that vehicle today. Search every nook and corner of the city and the outskirts. Yes madam. Please proceed. George. എന്താ മാഡം? ജോർജ് ഇവിടെ ഇരിക്കെ. യെസ് മാം. ജോർജിന്റെ ഫോൺ ലേറ്റസ്റ്റ് മോഡലാണല്ലോ. ആൻഡ് ഇറ്റ് സീംസ് വെരി കോസ്റ്റ്ലി. മേ ബി മോർ ദാൻ യുവർ 1 month salary, റൈറ്റ്? അളിയനൊരുത്തൻ കുവൈറ്റിലുണ്ട്, അവന്റെ ഗിഫ്റ്റാ. നമ്മൾ മലയാളികളുടെ ഒരു ഭാഗ്യം, ആരെങ്കിലും ഗൾഫിലോ അമേരിക്കയിലോ യൂറോപ്പിലോ ഒക്കെ കാണും. ഗുഡ്, വെരി ഗുഡ്.
സോറി മാഡം, വി കുഡിൻ മേക്ക് ഇറ്റ്. CI ജോർജിനെ നമ്മുടെ ടീമിൽ വേണ്ട. കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വേണം ശരിക്കും അയാളൊന്ന് പൂട്ടാൻ. ജോർജിനെ പോലെ ബേപ്പൂർ ശ്രീധരന്റെ ശമ്പളക്കാരായി പലരും നമ്മുടെ കൂട്ടത്തിലുണ്ട് മാഡം. ശ്രീധരൻ അറസ്റ്റ് ചെയ്യാതെ ഈ സിറ്റിയിൽ ഗുണ്ടായിസ് അവസാനിക്കില്ല. അയാളാണെങ്കിൽ റിയൽ എസ്റ്റേറ്റും പൊളിറ്റിക്സുമായി വേറൊരു ഇമേജ് ബിൽഡപ്പ് ചെയ്ത് വെച്ചിരിക്കുക. സോ ഒഫീഷ്യലി ബേപ്പൂർ ശ്രീധരൻ ദ ഗാങ്സ്റ്റർ ഡസന്റ് എക്സിസ്റ്റ്. ഈ സിറ്റിയിൽ നടക്കുന്ന 80% ക്രൈമും അയാളുടെ ക്രെഡിറ്റിലാണെങ്കിലും കഴിഞ്ഞ 10 വർഷമായിട്ട് ഒരു കേസിൽ പോലും അയാൾ അറസ്റ്റ് ചെയ്തിട്ടില്ല. ബാംഗ്ലൂരിൽ നിന്ന് വന്ന എനിക്ക് ഇവിടെ തന്നെ തുടരണമെന്ന് ഒരു നിർബന്ധമില്ല കുമാരൻ സർ. മാഡം, അങ്ങനെയാണെങ്കിൽ അയാളുടെ പുതിയ ക്യാമ്പിനെ പറ്റി എനിക്ക് ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട്. പിടിക്കാൻ പറ്റിയാൽ സോളിഡ് എവിഡൻസ് ഉള്ള ഒരുപാട് കേസുകൾ അയാൾക്കെതിരെ ചാർജ് ചെയ്യാനുണ്ട്. So then why don't you make a move? മാഡം, ഇത്രയും കാലം എത്രയോ ആണുങ്ങൾ എന്റെ മേലുദ്യോഗസ്ഥന്മാരായിരുന്നിട്ടും ആരും ഇങ്ങനെ ഒരു കോൺഫിഡൻസ് വന്നിട്ടില്ല. എനിക്കിനി റിട്ടയർ ചെയ്യാൻ 6 മാസം കൂടെ ഉള്ളൂ. ഈ തൊപ്പി ഉരുവയ്ക്കുന്നതിന് മുമ്പ് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റിയാൽ സന്തോഷമുള്ളൂ മാഡം. ഇപ്പൊ ഡിപ്പാർട്ട്മെന്റിൽ കുമാരൻ സാറിന് മാത്രമേ എനിക്ക് വിശ്വാസമുള്ളൂ. താങ്ക് യു മാഡം. സാറിനും ശരിക്കും കോൺഫിഡൻസ് ഉള്ള ഒരു ചെറിയ ടീമിനെ കൂടെ കൂട്ടിക്കോ. And ഞാനും കൂടെ നിങ്ങളുടെ കൂടെ. അയ്യോ മാഡം, ഇതൊന്നും മാഡം നേരിട്ട് ചെയ്യേണ്ട കാര്യമല്ല. ഐ റെസ്പെക്ട് യുവർ സ്പിരിറ്റ് കുമാരൻ സർ. എന്നും ഇങ്ങനെ രാഷ്ട്രീയക്കാരെ സല്യൂട്ട് ചെയ്തും സബോർഡിനേറ്റ്സിനെ ചാടിച്ചും നടന്നാൽ മാത്രം മതിയോ? ഞാനും ഒരു പോലീസാണെന്ന് വല്ലപ്പോഴെങ്കിലും തോന്നണ്ടേ? സോ ഐ എം ഓൾസോ ജോയിനിങ് യു. അത് വേണ്ട മാഡം. നോ യു പ്ലാൻ ഇറ്റ് ആൻഡ് ഐ എം ഇൻ. യെസ് മാം. മാഡം, ഇതാണ് ശ്രീധരന്റെ ഒളിത്താവളം. Go ahead. Okay. Come on, move. ശ്രീധരേട്ടാ, എഴുന്നേക്ക്. ശ്രീധരേട്ടാ, പോലീസ്. അയ്യോ പോലീസാ. ശ്രീധരേട്ടാ, രമേശ് എഴുന്നേക്ക്. പോലീസ്. ശ്രീധരേട്ടാ, പോലീസ്. നമ്മള് പിടിക്കടാ. അറസ്റ്റ് ചെയ്യാൻ ആരും എന്നാലും ഷൂട്ടി. ബാക്കി കാര്യം ഞാനേറ്റു. ഓ വാടാ. Stop there! I'll shoot you! Don't move! ശ്രീധരേട്ടാ, രക്ഷപ്പെട്ടോ? മാഡം, മാഡം. Oh my God! കുമാരൻ സർ, വേഗം ഹോസ്പിറ്റലിൽ എത്തിക്കേ. You all can go now. യെസ് മാഡം. ഞാൻ നിനക്കൊരു ചാൻസ് തരാൻ പോവാണ്. ഇന്നലെ എന്റെ തോക്കിന്റെ മുന്നിലേക്ക് നിന്നെ പിടിച്ച് തള്ളിയിട്ടാണ് അവൻ രക്ഷപ്പെട്ടു പോയത്. അവനെ നീ സേവ് ചെയ്യാൻ ശ്രമിക്കണ്ട. ടെൽമി, അവനെ കുറിച്ച് അറിയാവുന്നതൊക്കെ എന്നോട് പറഞ്ഞു. നിനക്ക് നല്ല ട്രീറ്റ്മെന്റ് ഏർപ്പാടാക്കാം. നിന്നെ ഞാൻ മാപ്പുസാക്ഷിയാക്കാം. ദിസ് ഇസ് എ ചാൻസ്. ജസ്റ്റ് കം ബാക്ക് ടു യുവർ ലൈഫ്. മാഡം വെറുതെ സമയം കളയണ്ട. ഞാൻ അയാളുടെ ഡ്രൈവർ മാത്ര.
എനിക്ക് വേറൊന്നും അറിയില്ല. എന്റെ കാര്യം ശ്രീധരായിട്ട് നോയിക്കോളും. നീ ഇവിടെ പുഴുത്തു നാറിക്കിടന്നാലും നിന്റെ ശ്രീധരേട്ടൻ നിന്നെ തിരിഞ്ഞു നോക്കാൻ പോണില്ല. നിന്റെ ഈ കൈ രണ്ടും ഇനി ഈ ജന്മത്ത് പൊങ്ങില്ല. ജസ്റ്റ് ഗോ ടു ഹെൽ. കുമാരസാറിന്റെ കണ്ടീഷൻ ഇപ്പൊ എങ്ങനെയുണ്ട്? ഇപ്പൊ സ്റ്റേബിൾ ആയിട്ടുണ്ട് മാഡം. അശോകിന്റെ അമ്മയും പെങ്ങളും ആണല്ലേ? ഞാനൊരു കാര്യം പറയട്ടെ. ലോ കോർട്ട് പണിഷ്മെന്റ്, അതിനൊന്നും നശിക്കാൻ തീരുമാനിച്ച ഒരുത്തനെ മാറ്റാൻ പറ്റില്ല. പക്ഷേ വീട്ടിലുള്ള പെണ്ണുങ്ങൾക്കത് സാധിക്കും. മനസ്സിലായോ? മുന്നോട്ട് കയറല്ലേ? മാറി നിൽക്കേ. മനോഹർ വധക്കേസിലെ പ്രതികൾക്ക് ഈ കോടതി ഉപാധികളോടെ ജാമ്യം അനുവദിച്ചിരിക്കുന്നു. ജാമ്യം കിട്ടി, ഓഫീസിൽ ചെയ്യണം. ശരി. ഒന്നുമില്ല. ഗുഡ് മോർണിംഗ് മാഡം. എന്തു വേണം? ചാർജ് ഷീറ്റിൽ ഇപ്പോഴും ഞങ്ങൾ തന്നെയാണ് പ്രതികളെന്ന വക്കീല് പറഞ്ഞത്. സോ വാട്ട്? വക്കീലിനെ വെച്ച് പ്രൂവ് യുവർ സെൽഫ്. മാഡത്തോട് ഞങ്ങളെല്ലാം തുറന്നു പറഞ്ഞല്ലേ? എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ടോ? ഡിസ്പ്യൂട്ടിലിരുന്ന് ബിൽഡിംഗ് പാർട്ട്ണറുടെ കയ്യിൽ നിന്ന് കാശ് വാങ്ങി ബേപ്പൂർ ശ്രീധരന്റെ ഗ്യാങ്ങിനെ അടിച്ചോടിച്ചത് നിങ്ങൾ എന്നോട് പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം ശ്രീധരന്റെ അളിയൻ വേലായുധൻ നടത്തിയ നൈറ്റ് റെസ്റ്റോറന്റ് അടിച്ചു പൊളിച്ച് സ്ഥലം കാലിയാക്കിയത് നിങ്ങൾ എന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? അതിനുശേഷം ഒന്നുമില്ല മാഡം. അതിനുശേഷം ഒരു പ്രൈവറ്റ് മണി ലെൻഡർക്ക് വേണ്ടി സുലൈമാൻ എന്നൊരു വണ്ടിക്കച്ചവടക്കാരനെ പൊക്കിയെടുത്ത് കാശ് തിരികെ വാങ്ങിക്കൊടുത്തത് എന്റെ അടുത്ത് പറഞ്ഞോ? മാഡം എന്തൊക്കെയാ പറയുന്നത്? ആദ്യത്തെ രണ്ടും ഞങ്ങൾ ചെയ്തു പോയതാ. അന്ന് ഫുട്ബോൾ ഗ്രൗണ്ടിൽ വെച്ച് ഞങ്ങൾ കാരണം പരിക്ക് പറ്റിയ ഈ അരവിന്ദന്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി. ആണോടാ? അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ലേ? ഉണ്ടായിട്ടുണ്ട്. എന്റെ അമ്മയ്ക്ക് വേണ്ടി ഒരു പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ട്. ഒരൊറ്റ പ്രാവശ്യം. മുമ്പ് പറയാത്ത പല കാര്യങ്ങളും ഞാൻ പറയുമ്പോ മാത്രം നിങ്ങൾ അഡ്മിറ്റ് ചെയ്യും.
അവസാനം ചാർജ് ചെയ്ത കേസും നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യും. മാഡം, മാഡത്തിന് ഇപ്പൊ ഞങ്ങളെ പറ്റി എല്ലാം അറിയാം. അതിനപ്പുറം ഒന്നും സംഭവിച്ചിട്ടില്ല. എനിക്ക് ഈ ലോകത്ത് ഏറ്റവും വലുത് എന്റെ അമ്മയാണ്. ആ അമ്മ സത്യമായിട്ട് ഞങ്ങൾ വേറെ തെറ്റൊന്നും ചെയ്തിട്ടില്ല. നീയൊക്കെ ഇനിയും ചെയ്യും. അപ്പോഴൊക്കെ പറയാൻ നിനക്കൊക്കെ റീസണും കാണും. മാഡം, മാഡത്തിന് എന്റെ സിറ്റുവേഷൻ അറിയാഞ്ഞിട്ടാ. എനിക്കിനി വിൽക്കാൻ ഒരു തൊട്ട് ഭൂമിയോ വീടോ ബാക്കിയില്ല. ലോൺ തരാൻ ഒരു ബാങ്കില്ല. പണയം വെക്കാൻ സ്വർണ്ണമില്ല. എന്റെ അമ്മയ്ക്ക് ഡയാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ വലിയൊരു കടക്കാരനായത്. മാഡം ഇനിയും ഞങ്ങൾ മനസ്സിലാക്കിയില്ലെങ്കിൽ ഒരുപക്ഷെ റിയൽ ആയിട്ട് കാശിന് വേണ്ടി എന്ത് ചെയ്യുന്ന ഒരുത്തനായി ഞാൻ മാറും. എല്ലാ വഴിയും അടയുമ്പോൾ ചിലപ്പോൾ ഞങ്ങളും അങ്ങനെ ആയി പോകും മാഡം. പിന്നെ മാഡത്തിന്റെ പോലീസിന് ബേപ്പൂർ ശ്രീധരന്റെ ആൾക്കാരെ മാത്രം നേരിട്ടാൽ മതിയാവില്ല. സോറി, ഇനി ഒരിക്കലും ഞങ്ങൾ മാഡത്തിന് കാല് പിടിക്കാൻ പറ്റില്ല.